എന്റെ ഓൺ ഫിലിംസ് പടങ്ങൾ ഞാൻ കാണുകയില്ല. എനിക്ക് പിന്നെ ക്രിഞ്ച് പോലെ ഷൂട്ട് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് ചെയ്തത്. സൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ഇടയ്ക്ക് വരുമ്പോ. പിന്നെ ചില കരച്ചിലുണ്ട്. പെർഫോമൻസിന്റെ സൈഡിൽ നിന്ന് ഒരു വീഴ്ച പോലും വന്ന ഷാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ട് അത് ഓക്കെയാണ്. ഒരു പ്രാവശ്യം എന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ അല്ലെങ്കിൽ ഞാൻ വീണ്ടും എടുക്കില്ലേന്ന്. നിങ്ങൾ ഒരുപാട് അങ്ങ് കയറി അങ്ങ് ഓവറാക്കണ്ട എന്ന് പറയും. അപ്പോൾ അവിടെയാണ് നമ്മുടെ റെഗുലേറ്റർ ഒക്കെ ഇരിക്കുന്നത്. അവിടെയാണ് പണം, മണി, അതിനെ തന്നെയാണ് ഈ ഒരു സബ്ജക്ട് കൊണ്ടുപോയേക്കുന്നത്. ഈസിലി റിലേറ്റബിൾ ആവുകയും നമ്മുടെ മനസ്സിലേക്ക് കയറി വരികയും ചെയ്യുന്നത് കരുവന്നൂർ ബാങ്ക് കേസാണ്. ഉണ്ടാവാം, നമുക്ക് ചുറ്റും നടക്കുന്ന ക്രൈമുകളല്ലേ. ഒരു സിനിമ ആൾക്കാരുടെ അടുത്ത് എത്തിക്കണം എന്ന് വെച്ചാൽ അത് ഫിലിം മേക്കറുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അത് ആൾക്കാരുടെ റെസ്പോൺസിബിലിറ്റി അല്ല. അവിടെ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ, പിടിച്ചു നിൽക്കാൻ, സക്സസ് ഉണ്ടാക്കാൻ. അപ്പൊ എല്ലാ കാലത്തും സ്ട്രഗിൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ എങ്ങോട്ടാണ് ഓടുന്നത്? അവസരങ്ങൾ നമുക്ക് ഉണ്ടാക്കപ്പെടുകയല്ല, നമ്മൾ ഉണ്ടാക്കി എടുക്കുകയാണ്. എനിക്ക് ആസിഫ് അലി പോലീസ് ഇൻസ്പെക്ടറായി വരുമ്പോൾ എനിക്ക് എന്തോ I would like to have a comment in all the spheres of filmmaking, like Kamal Hassan എന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് ആണ്. ഇപ്പൊ ഞാൻ കൺവിൻസ് ആയി. എന്റെ 3.5 ലക്ഷം എന്റെ പയ്യന്മാരെ അവിടെ വെയിറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ കൂടിയപ്പോൾ ലാൻസാർ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും റേഞ്ച്. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. വെറും 7,990. കിടിലൻ ഓഫറുകൾ ഇടാൻ തുടങ്ങിയപ്പോൾ അത് കിടിലൻ മണിയായിട്ട് 7,990 ഇട്ടിരിക്കുന്നത്. 365 ദിവസം നമുക്ക് ഓഫറുള്ള ഷോപ്പാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്, ഷൊർണൂർ, വെട്ടിക്കാട്ടിരി. ഒരു സിനിമ ഷൂട്ട് ചെയ്തെടുക്കാൻ പോലും 40-45 ദിവസത്തെ വ്യത്യസ്തമായ ഷെഡ്യൂളുകൾ ആവശ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ വെറും 11 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത C5ന്റെ ഏറ്റവും പുതിയ വെബ് സീരീസ് ഇൻസ്റ്റഡ് C5ന്റെ ആദ്യത്തെ മലയാളം വെബ് സീരീസ് കമ്മട്ടത്തെ പറ്റി സംസാരിക്കാൻ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായ സുദേവ്, ശ്രീരേഖ, ഷിൻസ് ഭാസ്കർ ആൻഡ് സീരീസിന്റെ സംവിധായകൻ ഷാൻ തുളസീധരൻ എന്നിവരാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. പെട്ടെന്ന് ആദ്യം സിനിമ എന്നാണ് മനസ്സിലേക്ക് വരുന്നത്. കാരണം സിനിമയേക്കാൾ കുറവ് സമയമല്ലേ എടുത്തിട്ടുള്ളൂ. 11 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം 4 ദിവസം 24 മണിക്കൂറുകൾ അടുപ്പിച്ച് ഷൂട്ട് ചെയ്തിരിക്കുന്നു. ഉറക്കമൊന്നുമില്ലേ നിങ്ങൾക്ക്? ഇല്ല, ഉറക്കമൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ ഈ പറയുന്ന പോലെ ഷൂട്ട് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് ചെയ്തത്. ഒരിക്കലും ഹെക്ടിക് ആയിരുന്നില്ല. ഇല്ല, ഒരിക്കലും. ഇപ്പൊ നമ്മൾ ഈ ഒരിക്കലും ഒരു വെപ്രാളത്തിലോ അത് ഇട് അങ്ങനെയൊന്നും അല്ലായിരുന്നു. വളരെ കാമായിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. നമ്മൾ വ്യക്തമായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. ഒരു സീൻ എടുക്കാൻ ഇത്ര സമയം നമ്മൾ എടുക്കും, അത് എടുത്തു. അങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോയത്. നമ്മുടെ ഒന്നാമത്തെ കാര്യം, ഈ 11 ദിവസത്തെ ചാർട്ടും എല്ലാ ടെക്നീഷ്യന്റെ കയ്യിലും ഉണ്ട്. എല്ലാവർക്കും അറിയാം ഒരു ദിവസം നമുക്ക് ഇത്ര എടുക്കാനുണ്ട്. ഈ പറയുന്ന പോലെ നമ്മുടെ ക്യാമറമാന്റെ കയ്യിലുണ്ട്, ആ ഡയറക്ടറിന്റെ കയ്യിലുണ്ട്, കോസ്റ്റ്യൂമറിന്റെ, അവരെല്ലാരും സജ്ജമായി നിൽക്കുകയായിരുന്നു ഇതിനു വേണ്ടിയിട്ട്. അതുകൊണ്ട് വേറെ നമുക്ക് ടെൻഷനോ അല്ലെങ്കിൽ ബഹളം കൂട്ടലോ ഒന്നും ഇല്ലായിരുന്നു. വളരെ നീറ്റായിട്ട് സ്പീഡായിട്ട് എടുത്തു പോവുകയാണ് ചെയ്തത്. ഈ സാധാരണഗതിയിൽ ദിവസങ്ങളെയാണല്ലോ ചാർട്ട് ചെയ്യുക, ഇവിടെ മണിക്കൂറുകളെയാണ് ചാർട്ട് ചെയ്തിരുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണോ? അങ്ങനെയായിരുന്നു. സാധാരണ ഈ വെബ് സീരീസ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ആക്ടേഴ്സ് ഏറ്റവും എക്സൈറ്റഡ് ആവുന്നത് ഇപ്പോൾ അവരുടെ ക്യാരക്ടറിനെ കുറെ കൂടി നേരത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ ഷെയ്ഡുകൾ കുറച്ചും കൂടി കാണിക്കാം. ഇത് നമ്മുടെ ക്യാരക്ടറിന് കുറെ ഡ്യൂറേഷൻ ഉണ്ടല്ലോ, സമയം എന്നുള്ള രീതിയിൽ. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ അത് 6 എപ്പിസോഡുകളാണ്, 11 ദിവസത്തെ ഷൂട്ടാണ്. അപ്പൊ ഈ ഷോട്ടുകളുടെ ഇടയിൽ അഭിനയിക്കുന്നതിന്റെ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്തോ, അല്ലെങ്കിൽ ഈ സമയം കുറവാണ് അത് ഫീൽ ചെയ്തിരുന്നോ? ഇല്ല ഇല്ല, ഒട്ടുമില്ല. ആക്ച്വലി ഇത് പറയാൻ വെബ് സീരീസ് ആണെങ്കിലും ഇതിന്റെ മേക്കിംഗ് സിനിമ പോലെ തന്നെയായിരുന്നു. എന്റെ ഷോർട്ട് ഡിസൈനും അതിന്റെ ഷെഡ്യൂളിങ്ങും അതിന്റെ ഒരു ഫീല്, നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സും ഒക്കെ എല്ലാം. അപ്പൊ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല എനിക്ക്. ആസ് എൻ ആക്ടർ മെയിൻ വ്യത്യാസം തോന്നിയിരിക്കുന്നത് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രൊട്ടാഗണിസ്റ്റ് റോളായിട്ട് ചെയ്യുന്നത്. ആസ് എൻ ഇൻവെസ്റ്റിഗേറ്റർ യൂഷ്വലി ഞാൻ ചെയ്യുന്നത് ഒന്നെങ്കിൽ നെഗറ്റീവ് ക്യാരക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ഇടയ്ക്ക് വന്ന് ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വന്ന് അതെ മരിച്ചു പോകും. അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് ഞാൻ യൂഷ്വലി ചെയ്യുന്നത്. അപ്പൊ അതില് എനിക്ക് ബേർഡൻ ഇല്ല. അപ്പൊ അതായിരുന്നു എനിക്ക് വേണ്ടി ഏറ്റവും പുതിയൊരു എക്സ്പീരിയൻസും ഒരു ചാലഞ്ചും ആയിരുന്നു. എന്താണ് ക്യാരക്ടർ?
പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതോ രണ്ടിന്റെ മിക്സ് ആണോ? അത് ചിലപ്പോൾ അതിലെ കള്ളന്മാർക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും. ഒരു പോലീസ് ക്യാരക്ടർ തന്നെയാണ്. അയ്യപ്പദാസ് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. സുദീപ് ബ്രോ ചെയ്യുന്ന അന്റോണിയോ എന്ന CIയുടെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ഒരു SI ക്യാരക്ടറാണ്. ഇതിൽ നമുക്ക് ഈ പറയുന്ന പോലെ വലിയ ഗിമ്മിക്സും ആക്ഷനും അങ്ങനെ അടിപിടി പരിപാടികളൊന്നും ഇല്ല. വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ട് ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഇൻട്രോഗേറ്റ് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു സ്ക്രീൻ പ്ലേ മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിലും ഈ പറയുന്നത് പോലെ ഇൻവെസ്റ്റിഗേഷനാണ് മോസ്റ്റ് ഓഫ് ദ ക്രക്സ് തന്നെ. ഈ ഇൻവെസ്റ്റിഗേഷൻ പരിപാടിയാണ്. അപ്പോൾ ചലഞ്ചിങ് ആണോ എന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി ചലഞ്ചിങ് ആയിരുന്നു. ചലഞ്ചിങ് ആവുന്നത് ഈ പറയുന്ന പോലെ ഷെഡ്യൂളിന് ഒപ്പിച്ച് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വരാതെ അത് കംപ്ലീറ്റ് ചെയ്യുക. അതും ഒട്ടും ടെക്നിക്കലി അല്ലെങ്കിൽ പെർഫോമൻസിന്റെ സൈഡിൽ നിന്ന് ഒരു വീഴ്ച പോലും വന്ന ഷാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ട് അത് ഓക്കെയാണ്. ഒരു പ്രാവശ്യം എന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ അല്ലെങ്കിൽ ഞാൻ വീണ്ടും എടുക്കില്ല എന്ന് അങ്ങനെ രീതിയിൽ. കാരണം നമുക്ക് ചിലപ്പോൾ എത്ര ചെയ്താലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. വീണ്ടും ചെയ്യാലോ, അതൊന്ന് ട്രൈ ചെയ്യാലോ, ഇത് ട്രൈ ചെയ്യാലോ എന്നൊക്കെ തോന്നും. അപ്പം അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഷോട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അത് നന്നായി വന്നോ, അത് ഓക്കെ ആണോ, ഓക്കെ അല്ലെങ്കിൽ ഞാൻ ഓക്കെ പറയില്ല. അപ്പം പുള്ളിക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു ഓരോ ക്യാരക്ടറും എങ്ങനെ കൺസീവ് ചെയ്യേണ്ടത്. അവരുടെ ഗ്രാഫ് ടോട്ടൽ ഗ്രാഫും ക്യാരക്ടർ ഗ്രാഫും സീൻ ഗ്രാഫൊക്കെ വ്യക്തമായ ഉള്ളിലുള്ളതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ 11 days അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ കൂടെ ഓടുക എന്നുള്ളത് ഒരു സ്ട്രെയിൻ ചെയ്ത പരിപാടി ആയിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ നമ്മൾ എൻജോയ് ചെയ്തു. എവിടെയും നമുക്ക് അങ്ങനെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രഷർ ചെയ്തിട്ടൊന്നും പുള്ളി ചെയ്ത പെർഫോമൻസ് ആയിരുന്നില്ല. വളരെ നാച്ചുറലി എന്താണോ വേണ്ടത് ആ ക്യാരക്ടറിന് അത് കൊടുക്കാൻ പറ്റി. അത് നമുക്ക് വളരെ നമ്മളെ തന്നെ സെൽഫ് അസസ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഇത്. നമുക്ക് എത്രത്തോളം ഓടാൻ പറ്റും, എത്രത്തോളം കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു റിയലൈസേഷനാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നന്നായി വന്നിട്ടുണ്ട്. അതിപ്പോൾ പ്രേക്ഷകർ കാണുമ്പോൾ ഈ 11 days എന്നുള്ള സാധനമൊക്കെ അവർ മറക്കും. അതൊന്നും ആരും ഓർക്കാൻ പോകുന്നില്ല. ഈ 6 എപ്പിസോഡിൽ കൂടെ അവരെ കൊണ്ടുപോകുന്നത് ഡിഫറെൻറ്റ് ടെറൈനിൽ കൂടെ, ഡിഫറെൻറ്റ് ആംബിയൻസിലൂടെ, ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിലൂടെ നല്ല രീതിയിൽ കൊറിയോഗ്രാഫി ചെയ്തുള്ള സീൻസിലൂടെയാണ് പോകുന്നത്. ശ്രീജൊക്കെ സാധാരണ വീട്ടമ്മ എന്നൊക്കെയാണ് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തോന്നുന്നത്. അവർക്ക് അതിൻ്റെതായ ഞെട്ടലുകളുണ്ട്, ആശ്ചര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സാധാരണ വീട്ടമ്മ എന്ന് പറയുമ്പോൾ ഈ സാധാരണത്വം അഭിനയിക്കാൻ അത്ര എളുപ്പമല്ലല്ലോ. ഇപ്പം നോർമലായിട്ട് നമ്മുടെ കൂടെയുള്ള ഒരാളെ പോലെ തോന്നണമല്ലോ. അപ്പം നേരെ മറിച്ച് ഇപ്പൊ കുറച്ചധികം പബ് നോർമൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവശതകളോ അല്ലെങ്കിൽ കുറച്ചധികം ഓവർ ആവുന്നതിന് നമുക്ക് നമ്മുടെ ഒരു ഡിസൈൻ ഉണ്ടാക്കാം. പക്ഷെ സാധാരണക്ക് നമ്മളെവിടെ ഡിസൈൻ ഉണ്ടാക്കും, അതെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്? സാധാരണതയ്ക്ക് ഡിസൈൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി അഥവാ നമ്മൾ എന്തെങ്കിലും ഒരു ഡിസൈൻ ഉണ്ടാക്കിയാൽ മൈക്കിന്റെയും മോണിറ്ററിന്റെ അപ്പുറത്തിരുന്നിട്ട് മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യും, കുറച്ച് കുറയ്ക്കുക കേട്ടോ, നിങ്ങൾ ഒരുപാട് അങ്ങ് കയറി അങ്ങ് ഓവറാക്കണ്ട എന്ന് പറയും. അപ്പൊ അവിടെയാണ് നമ്മുടെ റെഗുലേറ്ററൊക്കെ ഇരിക്കുന്നത്, അവിടെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ജിൻസ് നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ കിട്ടിയായിരുന്നല്ലോ കയ്യിൽ നിന്ന്. അപ്പൊ അതുപോലെ തന്നെ ഇടയ്ക്കൊരു കൊട്ടും തല്ലും തലോടലും ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞത് ശരിയാണ്, നമ്മള് സാധാരണ എന്ന് പറയുന്നത് അവിടെ അഭിനയിക്കണ്ട, നമ്മള് ബിഹേവ് ചെയ്താൽ മതി. ഈ നമ്മൾ ചെയ്യുന്നതും ബിഹേവിയർ ആവണമല്ലോ. അപ്പോ പാടെന്ന് പറഞ്ഞാല് ഇത്രയും വലിയൊരു സമയ പരിമിതിക്കുള്ളിൽ നിന്നിട്ട് ഇത്രയും വലിയൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവരുടെ മനസ്സിൽ പല പല കാര്യങ്ങളായിരിക്കും അവർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും ലൈറ്റസ്റ്റ് വെർഷനിൽ പെട്ടത് ഒരാളാണ്. അത്രയും വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഞങ്ങളുടെയൊക്കെ പോർഷൻസ് എടുക്കുമ്പോൾ ഉണ്ടായിട്ടില്ല. കാരണം ബാക്കി ഹെവി സീൻസ് ആണ് അവിടെ തലച്ചോറിലൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇവർക്കൊന്നും ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല ഇവരൊക്കെ. അപ്പോൾ അത്രയും ഹെക്റ്റിക് ആയിട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഒരു ലൈറ്റ് വേർഷൻ എന്ന് പറയുന്ന ഒരു കുറച്ച് സമയത്തൊന്ന് ഫ്രീ ആവുന്ന ടൈം ഞങ്ങളുടെയൊക്കെ പോർഷൻസ് വരുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊരു ചെറിയൊരു ഈ ഏറ്റക്കുറച്ചിൽ വരുമല്ലോ, ഒരു ഗ്രാഫ് കൂടുന്നു കുറയുന്നു എന്ന് പറയുന്നത്. അപ്പം കുറേ പിരിമുറുക്കത്തിന്റെ ഇടയിൽ കുറച്ചൊരു സമാധാനമായിട്ട് ഞാൻ ഷാനെ കണ്ടിട്ടുള്ളത് അപ്പോഴാണ്. അപ്പൊ ആ സമയത്തൊക്കെ ഷാന നല്ല കടുത്ത പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, നല്ല പനിയായിരുന്നു. അപ്പം സൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് വരുമ്പോ ചോദിച്ചോണ്ടിരുന്നത്. അപ്പൊ വളരെ സാധാരണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള, സാധാരണക്കാരുടെ ഇടയിൽ വളരെ ചർച്ചയായിട്ടുള്ള ഒരു സംഭവമാണ്. അത് കാണുമ്പോൾ അവർക്ക് അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഓർമ്മ വരും. അങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് തോന്നുന്നത് സാധാരണയായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ കിട്ടുന്ന ഒരു അംഗീകാരം അതായിരിക്കും. അപ്പോഴേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പൊ
ഈ ഇപ്പൊ തന്നെ ഒരു വോയിസ് ഇങ്ങനെ ട്വീക്ക് ചെയ്ത് സംസാരിച്ചു. ഞാനിത് പലപ്പോഴും ഇങ്ങനെ ഓഡിയോ ലോഞ്ചിനൊക്കെ വരുമ്പോ ശ്രീരേഖ സ്വന്തമായിട്ട് എഫേർട്ട് ഒക്കെ എടുത്ത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ആളുകൾ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും, ആളുകൾ ഭയങ്കരമായിട്ട് കൈയടിക്കുകയൊക്കെ ചെയ്യും. സത്യം പറഞ്ഞത് ഇത് പലപ്പോഴും ആക്ടേഴ്സിന് ഉണ്ടാവുന്ന ഒരു യുണീക് സ്കിൽ സെറ്റ് ആണ്. ഇപ്പൊ കലാഭവൻ മണി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മാത്രം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ കാരണം അദ്ദേഹത്തിന് മാത്രമായിട്ട് ഒരു സ്കിൽ സെറ്റ് ഉണ്ട്. അദ്ദേഹം മാത്രം ചെയ്യുന്ന ഒരു ഒബ്സർവേഷൻ അദ്ദേഹത്തിന്റെ ആക്ടിങ്ങിലേക്ക് കൊണ്ടുവരുന്ന രീതിയുണ്ട്. ശ്രീരേഖയ്ക്ക് എപ്പോഴെങ്കിലും ഇത്രയൊക്കെ കയ്യിലുണ്ടായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെ സ്പേസ് കിട്ടുന്നില്ലല്ലോ, അങ്ങനെ ഒരു ക്യാരക്ടർ വരുന്നില്ലല്ലോ, അങ്ങനെ ആലോചനയുണ്ട്. ഇപ്പൊ വ്യത്യസ്തമായിട്ടുള്ള വോയിസിൽ സംസാരിക്കാൻ അറിയാം, വ്യത്യസ്തമായിട്ടുള്ള ബോഡി ലാംഗ്വേജ് ചെയ്യാൻ അറിയാം, ഇതൊന്നും പക്ഷെ എവിടെയും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ സാധനം തോന്നുന്നുണ്ടോ? നമ്മൾക്കുള്ള വേദികള് നമ്മളൊരിക്കലും തേടി വരില്ല. നമ്മളുടെ വേദികൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ വിശന്ന് പോകുന്ന കുറച്ച് കലാകാരന്മാർ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, തെരുവിൽ കുറച്ച് സർക്കസ് ചെയ്യുന്ന ആൾക്കാരെ. അവര് സർക്കസ് ചെയ്യാനായിട്ട് ചിലപ്പം ഒരു മെലിഞ്ഞൊരു ചേട്ടൻ വരുന്നു, അവര് ഷർട്ട് മാറ്റിയിട്ട് ചാട്ടവാറ എടുക്കുന്നു, മേത്തടിക്കുന്നു. അതൊന്നും ആൾക്കാരെ കണ്ടിട്ടല്ല ചെയ്യുന്നത്. അതുകൂടി ആൾക്കാർ കൂടിച്ചേർന്ന് ഒരു കൂട്ടമായിട്ട് വരികയാണ് നമ്മുടെ പെർഫോമൻസ് കാണുന്നത്. നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടേയിരിക്കുക. നമുക്ക് അവസരങ്ങൾ നമുക്ക് ഉണ്ടാക്കപ്പെടുകയല്ല, നമ്മൾ ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പൊ ആ ഉണ്ടാക്കിയെടുക്കുന്ന അവസരങ്ങളിൽ അത് ആസ്വദിക്കാനുള്ള ആൾക്കാർ തനിയെ വന്നു ചേരും എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ പറഞ്ഞില്ലേ എന്റെ സൗണ്ട്, ഇപ്പൊ ഞാൻ ആ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്തില്ലേ, അത് ഇമിറ്റേറ്റ് ചെയ്ത് കണ്ടതുകൊണ്ടല്ലേ എന്നോട് ചോദിച്ചേ. അപ്പൊ ഇതുപോലെ ഞാൻ ചെറുതായിട്ട് നമുക്ക് സിറ്റുവേഷൻസ് ഉണ്ടാക്കിയെടുക്കും. ഹസ്ബൻഡിന്റെ അടുത്തെല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ട്, പറയാറുണ്ട്. വെറുതെ ചെറിയൊരു കുടുംബ വഴക്ക് അത്ര. നിങ്ങൾക്ക് രണ്ടുപേരുടെയും ഒരു കോമൺ ഫാക്ടർ ആയിട്ട് ചിലപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഈ ആദ്യ സിനിമയിൽ തന്നെ ഈ സ്റ്റേറ്റ് അവാർഡ് നേടിയ രണ്ടുപേരാണ് നിങ്ങൾ രണ്ടുപേരും. പക്ഷെ അതിന്റെ ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ രണ്ട് സിനിമകളും അധികം ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ല, അധികം ആളുകൾ കണ്ടിട്ടില്ല അതിന്റെ റിലീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിട്ട്. ഇപ്പം ലൈഫ് പാർട്ണർ തന്നെ മൊത്തത്തിൽ അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ച് ആയിരുന്നു. അതിന്റെ പോസ്റ്ററുകളിൽ ഉണ്ടായിരുന്നത് കാലുകളായിരുന്നു രണ്ട് ചെറുപ്പക്കാരുടെ, അല്ലെങ്കിൽ രണ്ട് ചെറുപ്പക്കാരുടെ ഇത്രയും തലയില്ലാത്ത ഭാഗങ്ങളായിരുന്നു. ആ പോസ്റ്റേഴ്സ് ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു ആ സമയത്ത്. വെയിലിനാണെങ്കിൽ ആ സമയത്ത് റിലീസുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ. എപ്പോഴെങ്കിലും നമ്മുടെ ഏറ്റവും അധികം നമ്മള് എന്താ പറയാ അവാർഡഡ് ആയിട്ടുള്ള പെർഫോമൻസ് പക്ഷെ ആളുകൾ കണ്ടിട്ടില്ല, അതിനെ പറ്റിയിട്ട് ഒരു വിഷമം തോന്നിയിട്ടുണ്ടോ രണ്ടുപേർക്കും? എനിക്ക് തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാല്, ഒന്ന് അവാർഡ് എന്നുള്ളതിന്റെ അല്ല, കുറച്ച് ചർച്ചയാവുന്ന വിഷയങ്ങള്. ചിലപ്പോൾ ചില സിനിമകൾ വളരെ നല്ല സബ്ജക്റ്റോട് കൂടി വരുന്ന സിനിമകളായിരിക്കും. അത് തിയേറ്ററിൽ വന്നാലും ചിലപ്പോൾ ആൾക്കാരെ കണ്ടുവന്നിരിക്കില്ല. പക്ഷെ മറ്റു പല പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ അയ്യോ ഇത് തിയേറ്ററിൽ വന്നു പോയതാണോ എന്ന് ചോദിച്ചു ഞാൻ തന്നെ ചോദിക്കാം, നമ്മളൊക്കെ തന്നെ ചോദിക്കാറുണ്ട്. നമ്മുടെ ശ്രദ്ധയിൽ പെടാറില്ല. ചിലപ്പോൾ ശ്രദ്ധയിൽ പതിഞ്ഞാലും ചിലപ്പോൾ വിട്ടുപോകുന്ന ചില സന്ദർഭങ്ങളായിരിക്കാം. കാരണം എൻ്റെ ചിത്രം റിലീസായത് ആ കൊറോണയുടെ 2ാം വേവ് വന്ന സമയത്തായിരുന്നു, 2ാമത്തെ തരംഗം വന്ന സമയത്തായിരുന്നു അത് തിയേറ്ററിൽ റിലീസായത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കാം എൻ്റെ ചിത്രം കാണാതെ പോയത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, സുദേവന്റെ ചിത്രം നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ പോസ്റ്റേഴ്സ് തൊട്ട് ഭയങ്കര കാച്ചി ആയിരുന്നു. അത് ഏതൊരു കാലഘട്ടത്തിൽ കണ്ടാലും ഈ പടം ഇപ്പൊ വൺ ഓഫ് എ കൈൻഡ് മൂവിയാണ്. എല്ലാവർക്കും ഒന്ന് അത് കണ്ടിരിക്കാൻ തോന്നുന്ന ഒരു മൂവി തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു കാലത്തിന് മുമ്പേ ചിലപ്പോ സഞ്ചരിച്ച മൂവി ആയതുകൊണ്ട് ഇനിയായാലും പടങ്ങൾ ഒരിക്കലും നശിച്ചു പോവില്ലല്ലോ, അവിടെ ഉണ്ട്. അതിന് ഇനിയും അപ്രീസിയേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നത്. പക്ഷെ വിഷമം തോന്നാറുണ്ട്. സുദേവ് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്കത് ആക്ച്വലി ഭാഗ്യമായിട്ടോ തോന്നുന്നത്. അവാർഡെങ്കിലും കിട്ടിയല്ലോ. അത് അത്ര അല്ല, അത് ഒരു സിനിമ ആൾക്കാരുടെ അടുത്ത് എത്തിക്കണം എന്ന് വെച്ചാൽ അത് ഫിലിം മേക്കറുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അത് ആൾക്കാരുടെ റെസ്പോൺസിബിലിറ്റി അല്ല അത് ഏറ്റെടുക്കണത്. അപ്പോൾ അത് ചെയ്യാൻ അതിൻ്റെ സ്കിൽ സെറ്റ് ഉണ്ട്. അത് ആ ഒരു സ്കിൽസ് വേണം അങ്ങനത്തെ കഥ പറഞ്ഞ് അവിടം വരെ എത്തിക്കാൻ. ഇപ്പൊ നമുക്ക് ഈ സെയിം ടോപ്പിക് കുറച്ചുകൂടി റീച്ചുള്ള ഒരു രീതിയിൽ പറഞ്ഞ് അതിനെ ഉണ്ടാക്കാനുള്ള ഒരു രീതിയുണ്ട്. മാർക്കറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. അതെ, മാർക്കറ്റ് ചെയ്യാൻ, അതിനെ എഴുതാനും അതിനെ ഉണ്ടാക്കാനുള്ള സ്കില്ലും ഉണ്ട്. അങ്ങനെ കുറെ പേര് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നല്ല ഹെവി ആയിട്ടുള്ള ടോപ്പിക്സ് അതിനെ കൺസ്യൂമബിൾ ഫോർമാറ്റിലാക്കി ഈസിലി പാലറ്റബിൾ ആക്കി പ്രസന്റ് ചെയ്യാനുള്ള സ്കില്ലും ഉണ്ട്. അപ്പൊ ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ അതാണ് നമ്മുടെ എയിമെങ്കിൽ നമുക്ക് അതിനെന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യണം. അങ്ങനത്തെ എനിക്ക് വേണം എൻ്റെ സിനിമ മാക്സിമം ആൾക്കാർ കാണണം. അതിനുവേണ്ടി ചില കാര്യങ്ങളുണ്ട്. ഞാൻ അതല്ല ചോദിക്കുന്നത്. ഇപ്പൊ ആയുഷ്മാൻ ഖുറാന ശുഭ് മംഗൾ സേദ സാവധാനൊക്കെ ചെയ്യുന്നു, അത് ഇന്ത്യ മൊത്തം ഏറ്റെടുക്കുന്നു, ഹ്യൂമറസ് സൈഡിലാണ്. പക്ഷെ വല്ലാതെ സെലിബ്രേറ്റ് ആവപ്പെടുന്നു. അപ്പൊ ഇത് കാണുമ്പോ തോന്നാറുണ്ട് ഞാൻ ഒരുപാട് കാലത്തിന് മുമ്പേ ഇറങ്ങിപ്പോയി, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിക്കില്ല. അത് അവരുടെ
സെൻസിബിലിറ്റീസിനനുസരിച്ച് അല്ല അത് അവരുടെ സ്കില്ലാണ്. അത് അവര് അങ്ങനെ ഉണ്ടാക്കി അതിനെ പാക്കേജ് ചെയ്ത് അങ്ങനെ പ്രസന്റ് ചെയ്തു. അതുകൊണ്ട് അത് ആൾക്കാരുടെ അടുത്ത് എത്തി. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, അതിനൊരു രീതിയുണ്ട്. അത് നമുക്ക് അതാണ് എയിമെങ്കിൽ നമുക്ക് അത് അതുപോലെ ചെയ്യണം. അപ്പോൾ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഏറ്റവും പ്രൈമറി ഫോക്കസ് ആസ് എൻ ആർട്ടിസ്റ്റ് അക്കോർഡിംഗ് ടു മീ ഇമോഷൻ ആണ്. ഓഡിയൻസിൽ ഇമോഷൻ എനിക്ക് ജനറേറ്റ് ചെയ്യണം. ആ ഇമോഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പലപ്പോഴും ഫിലിം മേക്കേഴ്സ് ക്ലെവറായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ നോക്കും. ആ ഇമോഷനിലോട്ടേക്ക് വരാൻ ധൈര്യം ചിലപ്പോൾ കാണില്ല. അത് ഞാൻ പറയുമ്പോൾ അത് ഓവറായി പോവോ അണ്ടറായി പോവോ അക്സെപ്റ്റ് ആവും. അപ്പൊ നമ്മൾ ക്ലെവറായിട്ട് അതിനെ സർക്കംവെന്റ് ചെയ്യാൻ നോക്കും. അങ്ങനെയൊക്കെ ആ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ അത് അവിടം വരെ എത്തുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അത് ഇമോഷനും ഉണ്ട്, ക്ലെവറും ആണ്. അതൊക്കെ പിന്നെ ജീനിയസ് ലെവലിലെത്തും. അതെ. അപ്പൊ പക്ഷെ മെയിൻലി ഇമോഷൻ വേണം, ഇമോഷൻ എത്തണം. ഈ കമ്മട്ടം എന്നുള്ള വാക്കുമായി അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു കുപ്രസിദ്ധിയുടെ ഒരു ചരിത്രം തന്നെ നമ്മുടെ കേരളത്തിനും ഇന്ത്യക്കും ഒക്കെ പറയാനുണ്ടായിരിക്കും. ഈ കമ്മട്ടവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ഫണ്ണി ആയിട്ട് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെയുള്ള ജഡ്ജ് ഉൾപ്പെടെ ചിരിച്ചിട്ടുള്ള കേസസ് ഉണ്ട്. ഇപ്പം ഗാന്ധിജിയുടെ മുഖത്തിന് പകരം അനുപംകറിന്റെ മുഖം വരിക, റിസർവ് ബാങ്കിന് പകരം റിസോൾവ് ബാങ്ക് എന്ന് അടിച്ചു വരിക. ഇത് കണ്ടിട്ട് നമുക്ക് തന്നെ ചിരി വരും. ഇത്രയും മണ്ടന്മാരാണോ, ഇത് ഇത്രയധികം മെഷീനറി ഉപയോഗിച്ച് അടിച്ചിട്ടാണ് ഈ അക്ഷരത്തെറ്റുകളും ഈ ഇമേജിന്റെ പിശകുകളൊക്കെ വരുന്നത്. അങ്ങനത്തെ എന്തെങ്കിലും കേസസിന്റെ സ്റ്റഡിയോ എന്തെങ്കിലും രീതി ഹെൽപ്ഫുൾ ആയോ? എനിക്ക് സീൻ ബൈ ട്രാൻസ്ലേറ്റ് ചെയ്തൊന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനത്തെ റിയൽ കേസസുകൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ ഈ ആക്ച്വലി ഇതെന്ന് വെച്ചാല് പണം, മണി എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ, അതിനെ തന്നെയാണ് ഈ ഒരു സബ്ജക്റ്റ് കൊണ്ടുപോയേക്കുന്നത്. കാരണം ഇപ്പോ നമുക്ക് അർഹതയില്ലാത്ത കാശ് അത് ആഗ്രഹിക്കുക എന്ന് പറയുന്നത് ഒന്നുകിൽ അവന്റെ നിവൃത്തികേടും ഉണ്ടാവാം, അല്ലെങ്കിൽ അവന്റെ ആർത്തി ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് ഒരു തേർഡ് പേഴ്സൺ മുതലാക്കാൻ പറ്റും. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സീരീസ്. മനസ്സിലായി? അങ്ങനെയൊക്കെയാണ് ഈ കമ്മട്ടം എന്ന് പറയുന്ന ഒരു പേരും ഇതിലേക്ക് കൊണ്ടുവരാൻ കാരണം തന്നെ. ഓക്കെ, അല്ലാണ്ട് ഇത് ആക്ച്വലി ഒരു കൗണ്ടർഫിറ്റ് കറൻസിയും കൗണ്ടർഫിറ്റ് കറൻസി ഉണ്ടാക്കുന്ന മെഷീനും പ്രസന്റ് ആയതുകൊണ്ടല്ല. അങ്ങനെയൊന്നുമല്ല, അല്ല, ഒരിക്കലും. ഓക്കെ ഓക്കെ, നമ്മൾ മറ്റൊരു രീതിയിലാണ് അതിനെ കണ്ടേക്കുന്നത്. ഇപ്പൊ കമ്മട്ടം എന്താണ്? അപ്പോ അതിന് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പൊ ഒരു പൈസ എന്നോ കാശെന്നോ ആയിട്ടാണ് കമ്മട്ടം ഉള്ളത്. അതെ അതെ, അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ആളുകളുടെ ഒരു അപ്രോച്ചും ഗ്രീഡ്, ഇമോഷൻ, അബൌട്ട് മണി, സർവൈവൽ സിറ്റുവേഷൻസ്, ഇങ്ങനെയുള്ള സാധനങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ ക്രൈം ചെയ്യുന്നവർക്ക് അവരുടെ ന്യായം ഉണ്ടാവാം, അവരുടെ സിറ്റുവേഷൻ, ഗ്രീഡ്, അങ്ങനത്തെ ഒരു റോ സൈഡും കൂടെ കാണിക്കുന്നുണ്ട്. ആ ഗ്രേ ഷെയ്ഡിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പൈസ കൊണ്ടുണ്ടാകുന്ന ഗ്രേ ഷെയ്ഡ്, അതാണ് മോസ്റ്റ് ഓഫ് ദി ആന്റഗണിസ്റ്റ് പാർട്ടിനെ കവർ ചെയ്യുന്നത്. ഈ പണം അല്ലെങ്കിൽ അർഹതയില്ലാത്ത പണം അല്ലെങ്കിൽ പണത്തിന്റെ പിറകിലുള്ള സ്കാം ടൈറ്റിലുണ്ട്. തൃശ്ശൂർസ് മോസ്റ്റ് കോൺട്രവേഴ്സ്യൽ കേസ് എന്ന് പറയുമ്പോൾ ഈസിലി റിലേറ്റബിൾ ആവുകയും നമ്മുടെ മനസ്സിലേക്ക് കയറി വരികയും ചെയ്യുന്നത് കരുവന്നൂർ ബാങ്ക് കേസാണ്. അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ സീരീസിന്? ഉണ്ടാവാം. നമുക്ക് ചുറ്റും നടക്കുന്ന ക്രൈമുകളല്ലേ, അതേപോലുള്ള ഒരു 3-4 ക്രൈമുകൾ ഇൻക്ലൂഡ് ആവുന്ന ഒരു സബ്ജക്റ്റ് ആണത്. അപ്പൊ അത് തന്നെ മറ്റൊരു ടെറൈനിൽ നമ്മള് ഇങ്ങനെ ഒരു കേസ് എടുത്ത് അവിടേക്ക് പ്ലേസ് ചെയ്തു, മറ്റൊരു കഥയിലൂടെ തന്നെ ബ്ലെൻഡ് ചെയ്തു, അത് ചിലപ്പോ ഇങ്ങനെ ആവാം എന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കണം. ഞാൻ ചോദിക്കുന്നത് കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് പറയാം. ഇൻസ്റ്റൻസ് ഇപ്പൊ നരിമാൻ എന്നുള്ളൊരു സിനിമ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ അഭയ കേസ്, അമല കേസ് എന്ന് പറഞ്ഞിട്ട് അതിനെ സറൗണ്ട് ചെയ്തിട്ടാണ് ആ കേസ് തന്നെ ഡെവലപ്പായി വന്നിട്ടുള്ളത്. അതുപോലെ ഇപ്പൊ കരുവന്നൂർ ബാങ്ക് കേസ് ഉണ്ട്, അതിനെ സറൗണ്ട് ചെയ്തിട്ടാണോ കമ്മട്ടം വർക്ക് ആവാൻ ചോദിക്കുന്നത്? അവിടെയല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ, ആ സംഭവത്തെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ ആ ഒരു സംഭവത്തെ നമ്മൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് വന്ന ആൾക്കാര് ബാക്കി കാര്യങ്ങൾ ഇതൊന്നും നമ്മൾ എടുത്തിട്ടില്ല. നമ്മൾ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, അവിടെ കുറച്ച് കഥാപാത്രങ്ങളുണ്ട്, അവരിലേക്ക് ഈ സാധനം കൊണ്ട് പ്ലേസ് ചെയ്യും. കുറെ എന്ന് പറഞ്ഞാൽ ഒരു ക്രൈമിനെ അന്വേഷിച്ചു പോകുമ്പോൾ മറ്റു ഒരു 3-4 ക്രൈംസ് ഉണ്ട്, അതിന്റെ ഒരു ക്രൈം ഇതുമാണ്. ഇതുപോലെ മറ്റു ക്രൈമുകളും ഉണ്ട്, അതും ഈ അടുത്തിടെ നമുക്ക് ചുറ്റും നടന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കൊണ്ടും ആവാം. കാരണം ഇത് വരുമ്പോ പെട്ടെന്ന് അതാണല്ലോ ഇപ്പം ബ്രോ പറഞ്ഞ പോലെ തന്നെ, ഇതേപോലെ കരുവന്നൂറെങ്കിൽ മറ്റിടത്ത് ഇത് ഈ ക്രൈമാണല്ലോ എന്നൊക്കെ ഒരു പെട്ടെന്നൊരു അറ്റൻഷൻ കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് അതൊക്കെ യൂസ് ചെയ്യുന്നത്. അതല്ലാതെ അതിനകത്ത് ചെയ്തവരോ അങ്ങനെ അതിന്റെ പിന്നിലുള്ളവരോ ഒന്നും അങ്ങനെയുള്ള ഒരു കാര്യം ഇതിനകത്തേക്ക് ഇല്ല. ഇത് മറ്റൊരു കഥയാണ്, അതിലേക്ക് ഇതൊക്കെ കൊണ്ട് പ്ലേസ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നൈസ്. ഞാൻ കേട്ടിട്ടുണ്ട് ഈ നേരത്തെ തന്നെ സ്റ്റേറ്റ് അവാർഡ് ഒക്കെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഒരു സീരീസിന്റെ എഡിറ്റിലായിരുന്നു ഫ്രണ്ടിന്റെ കൂടെ, നോട്ട് ഫിറ്റ് എന്നുള്ള പേരിൽ, ഇറ്റ്സ് അബൌട്ട് സ്ട്രഗ്ലിംഗ് ആക്ടേഴ്സ്. ആ സമയത്ത് 2014-15 കാലഘട്ടത്തില് ഈ സീരീസ് ഒന്നും
ഐ മീൻ ഉണ്ട്, ഗെയിം ഓഫ് ത്രോൺസ് ഉണ്ട് അപ്പുറത്ത്, അല്ലെങ്കിൽ ഷെർലക് ഹോംസിന്റെ സീരീസ് ഒക്കെ ഉണ്ടെങ്കിലും അത് നമ്മൾ മറ്റേ ഈ ടൊറന്റിലൊക്കെ ഡൗൺലോഡ് ചെയ്ത് കാണുന്ന ലെവലിലേക്കൊക്കെ നമ്മൾ എത്തിയിട്ടുള്ളൂ. അന്ന് കാലത്ത് തന്നെ സീരീസിനെ പറ്റി ആലോചിക്കുക, അല്ലെങ്കിൽ ഇത് ചെയ്താൽ വർക്ക് ആവുന്ന ആലോചിക്കുക, ആ ഐഡിയ ഒക്കെ ഇപ്പൊ എങ്ങനെയാ വന്നത്? ഞാൻ ആദ്യം ചാനൽ വിയിലൊക്കെയാണ് ഇത് പിച്ച് ചെയ്ത്, ബോംബെയിൽ പോയിട്ട് ചാനൽ വിയിൽ പോയി പിച്ച് ചെയ്ത്. ഞാൻ വിചാരിച്ചു അവർക്ക് ചിലപ്പോൾ ഇത് ഒരു സീരീസ് പോലെ ഉണ്ടാക്കാൻ ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ ഫോർമാറ്റ് എക്സിസ്റ്റ് ചെയ്തിട്ടില്ല ആ സമയത്ത് ഇന്ത്യയിൽ. അതാ ഞാൻ ചോദിക്കുന്നത്. അതെ അതെ. അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞു ഇതിന്റെ ഗ്രാമർ ഒക്കെ റോങ് ആണെന്ന് പറഞ്ഞു. ഇത് ഗ്രാമർ ഒന്നും ശരിയല്ല. ഗ്രാമർ ഇൻ ദ സെൻസ് അത് നമ്മുടെ അത് മോക്യുമെന്ററി ഫോർമാറ്റ് ആണ്. മോക്യുമെന്ററി എന്ന് വെച്ചാൽ ഡോക്യുമെന്ററി പോലെ ഇരിക്കും, പക്ഷെ ഫിക്ഷൻ ആണ്. പക്ഷെ അത് കണ്ട തോന്നുന്നു ഡോക്യുമെന്ററി ആണ്. അത് മോക്യുമെന്ററി കോമഡിയാണ്. ഗഗനചാരിയുടെ ഒക്കെ പോലെ. അപ്പോ അത് അവർക്ക് അതിന്റെ ഫോർമാറ്റിന്റെ കയ്യില്ല. അവർ പറഞ്ഞു ഇതിന്റെ ഗ്രാമർ ഒക്കെ കറക്റ്റ് അല്ല. പിന്നെ ഫൈനലി ഡൈസ് മീഡിയ എന്ന് പറഞ്ഞ ഒരു വലിയ പ്രൊഡക്ഷൻ, ഡൈസ് മീഡിയ ആണ് അത് ഫൈനലി പ്രൊഡ്യൂസ് ചെയ്തത്. അവരുടെ അത് ഫസ്റ്റ് സീരീസ് ആയിരുന്നു. അവരുടെ ഫസ്റ്റ് സീരീസ് ആയിരുന്നു അത്. പിന്നെ TVF അതിനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെയാണ് അത്. അപ്പൊ ആ സമയത്ത് പറയണ്ടായിരുന്നു ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ കമന്റ് ഇൻ ഓൾ ദി സ്പിയേഴ്സ് ഓഫ് ഫിലിം മേക്കിംഗ് ലൈക്ക് കമൽ ഹാസൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ടോ ഉള്ളില്? ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്ന ആക്ടിങ്ങിൽ തന്നെ എനിക്ക് വാസ്റ്റായിട്ട് കിടക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോ ആസ് എ റൈറ്റർ ഡയറക്ടർ എത്രത്തോളം എനിക്ക് അതില് സ്റ്റാമിനയും എനർജിയും കൊടുക്കാൻ പറ്റും അത് ഉണ്ട്. എല്ലാം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആക്ച്വലി ലൈക്ക് കമൽഹാസൻ അത് ഭയങ്കര വലിയൊരു നേട്ടമായിരിക്കും. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ശരിക്കും ഇതുപോലത്തെ വളരെ ടാലന്റഡ് ആയിട്ടുള്ള എത്ര ഡയറക്ടേഴ്സ് ഉണ്ട്. അതൊരു എസ്കേപ്പിസം അല്ലേ? അതും അത്. അപ്പൊ അവരുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ കിട്ടിയ എനിക്ക് അഭിനയിച്ചും അതിന്റെ ഒരു സുഖം എടുക്കാം. അപ്പോ അതുണ്ട്. പക്ഷെ സംതിങ് ദാറ്റ് I keep considering only. Okay. പക്ഷെ നമുക്കിപ്പോ സുദേവ് കണ്ടിട്ടുള്ള ഭയങ്കര ക്ലാസിക് ആയിട്ടുള്ള ഒരു സിനിമ, ആ സിനിമ യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്സ് ഇപ്പൊ കമൽഹാസൻ സാറിന് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അദ്ദേഹം റോഷമാൻ കാണുന്നു, അത് ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആവുന്നു, ഇത് എവിടെയെങ്കിലും ഒരു സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്യണം ആഗ്രഹിച്ച് എഴുതിയതാണ് വിർമാണ്ടി. വിർമാണ്ടിയിൽ റോഷമാൻ എഫക്ട് ആദ്യമായിട്ട് പ്രോബബ്ലി വർക്ക് ആവുന്ന ഒരു സിനിമയാണ്. മുമ്പ് ചില ബംഗാളി സിനിമകളിൽ വന്നെങ്കിലും റോഷമാൻ എഫക്ട് ഒരു മെയിൻ സ്ട്രീം സിനിമയിൽ വരുന്നത് വിർമാണ്ടിയിലാണ്. അപ്പൊ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അതിനെപ്പറ്റി അത് കറക്റ്റ് ആണ്. ഇപ്പൊ ഞാൻ കൺവിൻസ് ആയി. ഓൺ ദി ഫെൻസ് ആയിരുന്നു ഞാൻ. മറ്റേ സൈഡിലേക്ക് അല്ല, ശരിയാണ്, അങ്ങനെ ഉണ്ട്, ഇതൊരു ഇതുണ്ട്. പക്ഷെ നമുക്ക് ചിലപ്പോ ഒന്ന് നമ്മുടെ അത് ഫാന്റസി ആണോ റിയാലിറ്റി ആണോ എവിടെയാണ് ലൈൻ നമ്മൾ ഡ്രോ ചെയ്യണോ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ലൈൻ ഡ്രോ ചെയ്തിട്ടില്ല. ഉള്ളിലുണ്ടോ? തീർച്ചയായും ഡയറക്ടറായിട്ട് ഉടനെ നേരത്തെ പറഞ്ഞില്ലേ ഈ അർഹതയില്ലാത്ത പണം, അല്ലെങ്കിൽ ആളുകൾക്ക് അർഹതയുണ്ടെന്നാൽ പണം അവിടേക്ക് എത്തുന്നില്ല എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം ഈ റിക്കറിംഗ് ആയിട്ടുള്ള ഇന്റർവെൽസിൽ സിനിമ ലഭിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് വലിയ ധനാഢ്യമായിട്ടൊരു സാമ്പത്തിക ചുറ്റുപാടൊന്നും ഇല്ലാത്ത ഒരാള് എങ്ങനെ അയാൾക്ക് ഒരു സിനിമയും വലിയ പ്രതീക്ഷയാണ്, ഓരോ റിലീസും അയാളുടെ റെസ്യൂമേൽ ആഡ് ചെയ്യാൻ വേണ്ടി കൊതിക്കുന്ന ഒരു അവസ്ഥയിലുണ്ടായിരിക്കും. അപ്പം ഇതിനകത്ത് ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ട് ഒരു ആക്ടർ അനുഭവിക്കുന്ന ഒരു മെന്റൽ സ്ട്രഗിൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ മെന്റൽ സ്പേസ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ്? മെന്റൽ സ്ട്രഗിൾ എന്ന് വെച്ചാൽ മേ ബി എന്റെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണോ നല്ലതാണോ ചീത്തയെന്ന് അറിയില്ല. അങ്ങനെ അതിലെത്ര സിനിമ കിട്ടിയിട്ടില്ല നിരാശകളൊന്നുമില്ല. മേ ബി എല്ലാ കാലത്തും സിനിമ കിട്ടിക്കൊണ്ടിരിക്കുന്നോണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമുക്കറിയാം റിയലിസ്റ്റിക് ആയിട്ട് ഇതൊരു ബിസിനസ് ഓറിയന്റഡ് ഇൻഡസ്ട്രിയാണ്. ഇപ്പോൾ നമ്മൾ മാർക്കറ്റബിൾ ആവണം, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അത് വേറെ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇറ്റ് ഈസ് മൈ ജോബ് ടു ഫൈൻഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ബി എ പാർട്ട് ഓഫ് എ മൂവി. അല്ലാതെ ആരും നമുക്ക് കൊണ്ടുത്തരില്ല. അപ്പോൾ നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നുണ്ടോ, എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ, എത്ര ഡിസയർ നമ്മൾ അതിലേക്ക് കാണിക്കുന്നുണ്ടോ, അതനുസരിച്ച് റിസൾട്ട് വരും. മേ ബി ഇങ്ങനെ ഒഴുകി പോകുന്ന കൂട്ടത്തിൽ ഇഫ് ഐ എം ഹാപ്പി, ഈ പറയുന്ന മെന്റൽ സ്ട്രഗിൾ എനിക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. ഉറപ്പായിട്ടും നമ്മുടെ വളരെ പേഴ്സണൽ മൊമെന്റ്സിൽ നമുക്ക് സങ്കടം വരാം, ഷട്ടേഡ് കംപ്ലീറ്റ്ലി ആവില്ല, നമ്മൾ റിക്കവർ ആവും. ബിക്കോസ് നമ്മുടെ ഈ ജേർണി നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. വി ആർ നോട്ട് റിസൾട്ട് ഓറിയന്റഡ്. ഞാൻ അത് ചെയ്താലേ ഹാപ്പി ആവുമെന്ന് പറയാ നമ്മള് പ്രോസസ്സും എന്റെ സ്ട്രഗിളും. കാരണം നമ്മൾ 99 പ്രാവശ്യം തൂക്കും, ഒറ്റ പ്രാവശ്യം ജയിച്ചാൽ മതി.
ആ ജയം കഴിഞ്ഞപ്പോൾ ഇനി എക്സൈറ്റ്മെന്റ് പോയി. അപ്പൊ ഈ ജേണിയിലാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ്. ഉറപ്പായിട്ടും സക്സസ്ഫുൾ ആകുമ്പോൾ അവിടെയും സ്ട്രഗിൾ ഉണ്ട്. അവിടെ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ, പിടിച്ചു നിൽക്കാൻ, സക്സസ് ഉണ്ടാക്കാൻ. അപ്പൊ എല്ലാ കാലത്തും സ്ട്രഗിൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ എങ്ങോട്ടാണ് ഓടുന്നത്? പുതിയ സ്ട്രഗിളിലേക്ക്. അപ്പൊ ഇവിടെ മര്യാദയ്ക്ക് പഠിച്ചിട്ട് പതുക്കെ പോകാം. അപ്പൊ അവിടെ സ്ട്രഗിൾ പറയും. അപ്പൊ ഐ എം ഹാപ്പി വിത്ത് വാട്ട് ഐ ആം നൗ. അപ്പൊ ഇങ്ങനത്തെ ഒരു സീരീസിന്റെ ഭാഗമാവെന്ന് പറയുന്നത്, ഞാൻ 15 years സിനിമയിൽ നിന്നിട്ട് എന്ത് ചെയ്തിട്ടാണ് ഇത് കിട്ടിയെന്ന് വെച്ചാൽ ഐ ഹാവ് നോ ഐഡിയ. മനസ്സിലായില്ലേ? എന്തുകൊണ്ട്, എന്ത് ഫോമിൽ യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഏത് റൂട്ടിൽ സഞ്ചരിച്ചാണ് കിട്ടിയ എനിക്കറിയില്ല. സോ നമുക്ക് ഈ റൂട്ട്, സക്സസ് റൂട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബി ഇൻ യുവർ റൂട്ട്. അല്ല, ഇപ്പൊ ഇപ്പോഴും ഒരു ഫസ്റ്റ് ഷോട്ട് നിൽക്കുമ്പോ ഈ സ്വപ്ന സഞ്ചാരിയിൽ ആദ്യ ഷോട്ട് ആലോചിക്കോ? അല്ല, ഇപ്പോഴും ടെൻഷൻ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ സിനിമയും നമുക്ക് പുതിയതാണ്, എല്ലാ ക്യാരക്ടറും പുതിയതാണ്. കാരണം നമ്മൾ ഒരേപോലെ ചെയ്ത് കഴിഞ്ഞാൽ 2 സിനിമ കഴിഞ്ഞാൽ പിന്നെ വീട്ടിലിരിക്കേണ്ടി വരും. കാരണം ആ ക്യൂരിയോസിറ്റിയും ആൻസൈറ്റിയും നമുക്ക്, അല്ല, ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് വേണം ടുവേർഡ് സിനിമ. അല്ലാതെ വെറുതെ ഒരു റൂട്ടീൻ ആയി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ പോലെ നമ്മളാകട്ടെ എക്സൈറ്റ്മെന്റും ഇൻട്രസ്റ്റും കാണിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. നമ്മൾ ഈസിലി റീപ്ലേസബിൾ ആവും. അപ്പൊ നമ്മൾ കമ്മിറ്റഡ് ആയിട്ടിരിക്കുക, എക്സൈറ്റഡ് ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ്. വേറെ ഒരു ഷോർട്ട് കട്ട്സും ഇല്ല. നോ ഷോർട്ട് കട്ട്സ് ടു സക്സസ്. ആ വഴിയിൽ പൊക്കോണ്ടിരിക്കുക. ഇവഞ്ച്വലി എല്ലാം ബോണസ് ആണെന്ന് വിചാരിക്കാം. മലയാള സിനിമയിൽ ഇപ്പൊ ഇവിടെ വന്നിരിക്കാനുള്ള ഭാഗ്യം ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഹാപ്പി ആവുക, അത്രേ ഉള്ളൂ. ശ്രീരേഖ ആദ്യ സിനിമ ലഭിക്കുന്നതിന്റെ അറിവിൽ ഈ ടിക്ടോക്കിലുണ്ടായ ഭൂമി കൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ടിക്ടോക്കിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിയേറ്റർ ആയിരുന്നു. ആളുകളെല്ലാവരും ശ്രദ്ധിക്കുന്ന, ശ്രീരേഖയുടെ വീഡിയോ വന്നില്ല എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സർക്കിൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി അത് ഇൻസ്റ്റാഗ്രാമിലും റീൽസ് ഉണ്ടാക്കലോ ആയി. ഇപ്പൊ റീൽസ് ഉണ്ടാക്കുന്ന ആളുകളെ, ഇപ്പൊ ഹാഷറിനൊക്കെ ബിപിൻ ദാസിനെ പോലുള്ള ആളുകൾ വാഴ 2 പോലെ ഒരു വലിയ സിനിമ, അതിന്റെ ബഡ്ജറ്റ് തന്നെ ഒരു മെയിൻ സ്ട്രീം സിനിമയുടെ അത്ര തന്നെ ഉണ്ട്. അങ്ങനെയാണ് അവർ ലോഞ്ച് ചെയ്യുന്നത്. ശ്രീരേഖ, എനിക്കറിയാം ആദ്യ സിനിമ ലഭിച്ചതിന് ശേഷം ആ കണ്ടന്റ് ക്രിയേഷൻ സൈഡ് പതുക്കെ ചവിട്ടിയ പോലെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ തിരിച്ചറിയുമ്പോൾ ഇപ്പോഴും ഞാൻ കുറച്ചുകൂടി അങ്ങനെ ചെയ്യണം, അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? അതോ ഈ എന്താണ് ഈ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവുന്ന ബൂമിനെ പറ്റി ഉള്ള ഫീലിംഗ്? ഞാൻ ആദ്യം മുതൽ തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്നും ഒരുപാട് മാറി നിന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. ടിക്ടോക്ക് ആണെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, മാറി നിൽക്കുക, അത്രയും ഉണ്ടായിട്ടുള്ളൂ. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നീട് അങ്ങനെ ഒരു ഇതില്ല. എല്ലാവർക്കും കമന്റ് തരുന്നവർക്കൊക്കെ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു വ്യക്തമായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. എന്റെ ഒരു എനിക്ക് നമുക്കുള്ള ഒരു കഴിവിനെ ഫോക്കസ് ചെയ്യുക, ഷോക്കേസ് ചെയ്യുക, ഇത് മാത്രമാണ് ഞാൻ ടിക്ടോക്ക് കൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇൻസ്റ്റാഗ്രാമില് അത് മോശമായിട്ടല്ല പറയുന്നത്. ഇൻസ്റ്റാഗ്രാം എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് എന്ന് വെച്ചാൽ എല്ലാവരും സെലിബ്രിറ്റീസ് ആണ്. കാരണം പെട്ടെന്ന് തന്നെ അവർക്ക് ഫോക്കസ് കിട്ടുന്നുണ്ട്, ആളുകളുടെ ശ്രദ്ധ കിട്ടുന്നുണ്ട്, ആളുകളുടെ ലൈക്ക് കിട്ടും, കമന്റ് കിട്ടുന്നുണ്ട്. കാരണം ഞാൻ വരുന്ന സമയത്തൊന്നും ഇത്രയും ഒന്നും ഇല്ല. ബേസിക്കലി ഒക്കെ തുടങ്ങി അത് പതുക്കെ ടിക്ടോക്ക് ആയ ടൈമിലാണ്. അപ്പോൾ ഞാൻ 6 വർഷം, ഇപ്പം എനിക്ക് തോന്നുന്നൊരു 6 വർഷം, ഞാൻ 6 വർഷം മുമ്പാണ് വെയിൽ ചെയ്യുന്നത്. അപ്പൊ വെയിൽ ചെയ്തപ്പോ എന്നോട് പറഞ്ഞിരുന്നു, ആ സമയത്ത് എനിക്ക് നല്ല രീതിയിലുള്ള ഫാൻ ഫോളോയിങ്സ് ഉണ്ടായിരുന്നു. 3-3.5 ലക്ഷം ഫോളോയിങ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ ആ സമയത്ത് എന്നോട് ഡയറക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ ഇതിൽ നിന്നൊന്നും മാറി നിന്നത്. ഇപ്പം സിനിമ ചെയ്യുന്നത് കൊണ്ട് ഒരു ഗ്യാപ്പ് എടുക്കുക, നമുക്കത് കഴിഞ്ഞിട്ട് വരാം എന്നുള്ള രീതിയിൽ. പക്ഷെ ഷൂട്ടിനിടയിലാണ് ഇത് ബാൻ ചെയ്തത്. ടിക്ടോക്ക് ബാൻ ചെയ്തത് ചൈനീസ് ആപ്പ് ആയതുകൊണ്ട് അത് ബാൻ ചെയ്തു പോയി. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോ ടിക്ടോക്ക് ഈ ആട് കിടക്കുന്നിടത്ത് കൂടെ പോയി എന്ന് പറയുന്ന പോലെ എന്റെ 3-3.5 ലക്ഷം ഫാൻസും പോയി, ഫോളോവേഴ്സും പോയി, ടിക്ടോക്കും പോയി. അപ്പൊ എനിക്ക് അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അതൊക്കെ മാറി. അതിന്റെ ഒരു അൽഗോരിതം മാറി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയുന്നതിന് മുൻപ് വെയിലിന് അവാർഡും കൂടെ കിട്ടി. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആ ഒരു നമ്മൾ അതിന്റെ കുറച്ച് ഇനാഗുറേഷൻ, കുറച്ച് വർക്കുകൾ, അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ അതുവഴി പോയി. അപ്പോഴും മാറുന്ന എത്തി നോക്കുമ്പോ ഇൻസ്റ്റാഗ്രാം ഒക്കെ മാറിപ്പോയി. നമ്മൾ അറിയുന്നത് പോലെയല്ല ഇപ്പൊ ഇത്. പക്ഷെ അധികം വൈകാതെ പ്രതീക്ഷിക്കാൻ ഞാനും വരും. കംബാക്ക് ഉണ്ടാവും. എന്റെ 3.5 ലക്ഷം എന്റെ പയ്യന്മാരെ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു റിയൽ കേസിനെ എടുത്തിട്ട് ചെയ്യുന്ന സമയത്തെ പലപ്പോഴും ഈ ഒരു കൈൻഡ് ഓഫ് ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററിയും കൂടി ക്രിയേറ്റ് ചെയ്ത് അതിൽ വെക്കാറുണ്ട്. അതായത് ഈ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് മാത്രം കൊടുക്കാവുന്ന ഒരു നീതിബോധം ഉണ്ടല്ലോ. പക്ഷേ പോലീസ് കുറച്ച് ആളുകളെ എൻകൗണ്ടറിൽ കൊല്ലുന്നു, അത് കിട്ടുമ്പോൾ പ്രേക്ഷകർക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനത്തെ ഒരു ഏരിയ കമ്മട്ടം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ? അല്ല, അങ്ങനെയല്ല. ഇതൊരു ആ അന്വേഷണത്തിന്റെ കൂടെ ഈ പറയുന്ന പ്രേക്ഷകരും മുന്നേ പോകും. ഈ പറയുന്ന പോലെ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഒപ്പം തന്നെ പ്രേക്ഷകന് സഞ്ചരിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. ആ സഞ്ചരിച്ച് എത്തുന്നത് അവർക്ക് എല്ലാവർക്കും വ്യക്തതയോടു കൂടി തന്നെയാണ് നമ്മൾ കൊണ്ട് എത്തിക്കുന്നത്. അപ്പൊ അവര് അതിനകത്ത് സാറ്റിസ്ഫൈഡ് ആവും.
എന്ന് തന്നെയാണ് കരുതുന്നത്. സുദേവ്, ഈ അടുത്ത് ശ്രീ മമ്മൂട്ടി 5.5 മാസത്തെ റെസ്റ്റിന് ശേഷം മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഏറ്റവും അധികം എന്താ പറയാ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്ന വീഡിയോ ഭീഷ്മപർവ്വതത്തില് അദ്ദേഹത്തിന്റെ ഇരിപ്പുകളും സ്റ്റിൽസും ഒക്കെ ആയിരുന്നു. ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഭീഷ്മപർവ്വതത്തില് ഏറ്റവും അവസാനം ഒരു കാറിന്റെ അടുത്ത് പാർക്കിങ്ങിനകത്ത് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി കുറെ ഗുണ്ടകൾ അയക്കുന്ന സമയത്ത് ഈ കാറിന്റെ ലൈറ്റ് ഓൺ ചെയ്തിട്ട് ഹലോ എന്ന് പറയുന്ന ഒരു സൈൻ ഉണ്ടല്ലോ, അതായത് നിങ്ങളെ അവസാനിപ്പിക്കാൻ ഞാൻ പോവാണ് ടാറ്റ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് ജസ്റ്റ് ഒരു ലൈറ്റ് ഓൺ ചെയ്തിട്ട് ചെയ്യുന്നത്. സോ ഈ ലൈറ്റ് ഓൺ ചെയ്തിട്ട് ഇത് ചെയ്യുന്നത് സുദേവിന്റെ ഓൺ ഇംപ്രവൈസേഷൻ ആയിരുന്നു അതോ അമലേട്ടൻ പറഞ്ഞതായിരുന്നു? അമലേട്ടൻ ലൈറ്റ് ഓൺ ചെയ്തിട്ട് ഹായ് എന്ന് പറയാൻ പറഞ്ഞത്. അത് എങ്ങനെയാ ചെയ്യേണ്ടത് അത് ആക്ടറുടെ സ്റ്റൈലാണല്ലോ. ഈ അതിനകത്ത് ഈ രാജന് എല്ലാ ഷോട്ട് എടുത്തു വെച്ചാലും അയാൾക്കൊരു വളരെ ഒരു പൈശാചിക ഭാവം ഉണ്ടാവും അയാളുടെ മുഖത്ത്. ഐ മീൻ ഒരു ഡെവിലിഷ് നേച്ചർ ഉണ്ടാവും. ഈവൺ ഇപ്പൊ അതെങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി അടുത്ത വർഷം ഒരു വട്ടം കൂടി ചോറ് കൂട്ടണം, അപ്പൊ പച്ചടി ആയാലും കിച്ചടി ആയാലും പച്ചവെള്ളം ചവയ്ക്കും എന്ന് പറയുന്ന സമയത്ത് ഇയാൾ ഈ ഫുഡ് പ്ലക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ പല സൈഡിൽ നിന്ന് ഇങ്ങനെ. അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടാ ഈ അമ്മമ്മയോട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ പോലെ ഒരു ഡെവിലിഷ് നേച്ചർ ഉണ്ടായിരിക്കും. അതെത്താൻ വേണ്ടിട്ട് ഹൗ ഡു യു പ്രിപ്പയർ ഫോർ യുവർ സെൽഫ്? ഇത് ഞാൻ അത് കറക്റ്റാണ്. ഇത് അല്ല, അത് ആ ക്യാരക്ടറുടെ മോട്ടിവേഷൻ അകത്ത് വെച്ച മതി, അത് തന്നെ തോന്നുന്നു. ചില സമയത്ത് നമ്മള് ടേക്ക് കഴിഞ്ഞിട്ട് പോയി മോണിറ്ററിൽ കാണുമ്പോഴാണ് നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് മനസ്സിലാവും. എന്തൊക്കെ വന്നു എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ നെക്സ്റ്റ് ടേക്ക് പോയി കഴിഞ്ഞാൽ ഈ സാധനം ആയിരിക്കില്ല, വേറെ വല്ലതായിരിക്കും. അത് ക്യാരക്ടറുടെ മോട്ടിവേഷൻ അകത്ത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും ഒക്കെ പുറത്ത് എക്സ്പ്രസ് ചെയ്യും. നമുക്കത് ഫോഴ്സ്ഫുള്ളി എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോഴ്സ്ഫുള്ളി എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് ഓഡിയൻസ് ഡിസ്കണക്ട് ആയി പോണത്. ഇപ്പൊ ഞാനൊരു തമിഴ് പടത്തിന്റെ ഒരു ടീസർ കണ്ടിരുന്നു. ശ്രദ്ധിക്കാൻ കാര്യം കാലയ വെങ്കട്ട് അതിനെ പറ്റി ഒരു റിവ്യൂ പറയുന്ന ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പോസ്റ്റേഴ്സ് നോക്കുന്ന സമയത്ത് ശ്രീരേഖ അതിൽ ഈ നാക്ക് ഇങ്ങനെ കടിച്ചു വെച്ചിട്ടൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഈ തമിഴ് കൾച്ചറിൽ ഈ നാക്ക് കടികൾക്ക് പോലും വലിയ അർത്ഥങ്ങളുണ്ട്. ഇപ്പൊ അവര് ഒരാൾ മരിച്ച് കിടക്കുമ്പോൾ നാക്ക് കടിക്കുന്നതും അല്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരുമ്പോൾ നാക്ക് കടിക്കുമ്പോഴും അവർ എക്സൈറ്റ് ചെയ്ത് നാക്ക് കടിക്കുന്നതിനൊക്കെ വ്യത്യാസങ്ങളുണ്ട്. നമ്മള് വെറുതെ പോയിട്ട് അവിടെ അങ്ങനെ നാക്ക് പുറത്തിട്ട് കടിച്ചാൽ പോലും ആളുകൾ പറയും ഇങ്ങനെ ചെയ്തത് തമിഴ്നാടാണ്, ഇവിടെ അർത്ഥം വേറെയാണ് എന്നുള്ളത്. ഇതിനെ പറ്റിയിട്ട് പഠിക്കുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കുന്നതും അതൊരു ആക്ടർ എന്നുള്ള രീതിയിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണോ? നമുക്ക് ഇപ്പൊ ഒരു ആക്ടർ ആവാൻ അല്ലെങ്കിൽ ആക്ടർ ആണെന്നൊരു ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ എക്സൈറ്റ്മെന്റ് ആണ്. നമ്മളെ സംബന്ധിക്കുന്ന ഏതൊരു കാര്യം, സിനിമയെ സംബന്ധിച്ച് ഈവൻ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നത് പോലും എക്സൈറ്റ്മെന്റ് ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ നമ്മളൊരിക്കലും ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്ന ആളായിരിക്കാം. നമുക്ക് ഈ ഒരു ഫീൽഡിലുള്ള ഒരാളും റെസ്റ്റ് ചെയ്യുന്നില്ല. നമ്മളും പ്രിപ്പയർഡ് ആണ്, നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ ചിലപ്പോൾ അറിയുന്ന പോലും ഉണ്ടാവില്ല മറ്റുള്ളവരെ ഞങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്, ഞങ്ങളുടെ മനസ്സ് പോലും അറിയുന്നുണ്ടാവില്ല ഞങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ പെട്ടെന്ന് ശ്രദ്ധയിൽ പതിയുന്ന ഒരാളുകളുടെ മാനറിസംസോ അവർ ചെയ്യുന്നവരുടെ നോട്ടത്തിന്റെ രീതിയോ ഒന്നും നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഫുഡ് പ്ലക്ക് ചെയ്ത് നമ്മുടെ അടുത്ത് അതൊന്നും ചിലപ്പോൾ ഞങ്ങൾ അറിയുന്ന പോലും ഉണ്ടാവില്ല. അതൊക്കെ വളരെ നാച്ചുറൽ ആയിട്ട് സംഭവിച്ചു പോകുന്നതാണ്. അപ്പൊ ഇത് അവിടെ ചെന്നപ്പോ എന്നോട് നാക്ക് കടിക്കാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ശരിക്കും അതൊരു ഭയങ്കര ദേഷ്യത്തില് അതിന്റെ ഇങ്ങനെ അതൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ടായിരുന്നു എനിക്ക് ആ ചിത്രത്തിൽ. ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഫൈറ്റിന്റെ ഭാഗമായിട്ട് ചെയ്ത ആവാനാണത് വഴി. ഇപ്പൊ ആ നാക്കുകടിയുടെ കാര്യം ഓർത്തപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഞാൻ നാക്ക് കടിച്ചിരുന്നു അല്ലേ. അത് ആ ഫൈറ്റിന്റെ ഭാഗമായിട്ട്. ഇപ്പൊ പലപ്പോഴും നമ്മൾ ഈ ജേർണലിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് ജേർണലിസ്റ്റുകളുടെ ന്യൂസ് കാണുന്നില്ല എന്നുള്ളത്. ഐ മീൻ നമ്മൾ നോർമൽ ബാക്കിയുള്ള ന്യൂസുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് നമ്മൾ ബാക്കിയുള്ള സാധാരണ ആളുകൾ TV വെച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ മൊബൈലിലോ കാണുന്ന പോലെ ന്യൂസ് കാണുന്നില്ല എന്നുള്ളത് കാര്യം. അല്ലെങ്കിൽ പത്രം ജേർണലിസ്റ്റുകൾ വായിക്കുന്നില്ല എന്നൊരു ആക്ഷേപം ഉണ്ടാവാറുണ്ട്. ഇതേ കാര്യം ആക്ടേഴ്സിനെ പറ്റിയിട്ടും പറയാറുണ്ട്. ഇപ്പൊ നമ്മൾ പലപ്പോഴും ആക്ടേഴ്സിനോട് സംസാരിക്കുമ്പോൾ ആ പടം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് അങ്ങനെ സമയം കിട്ടിയിട്ടില്ല. ആലിയ ഭട്ടൊക്കെ ഓപ്പൺ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ ഗോഡ് ഫാദർ ഇതുവരെയും കണ്ടിട്ടില്ല എന്നുള്ളതായൊക്കെ. നിങ്ങൾ ആസ് ആൻ ആക്ടേഴ്സ് സിനിമ കാണാനും അല്ലെങ്കിൽ ആസ് എ ഫിലിം മേക്കർ ഇപ്പോഴും സിനിമ കാണാനും സിനിമയെ പറ്റി വായിക്കാനും സിനിമയെ പറ്റി അറിയാനും ഒക്കെ സമയം നീക്കി വെക്കുന്നുണ്ടോ? എന്റെ പൊന്നു ബ്രോ, അതല്ലാതെ വേറൊരു പരിപാടി സിനിമ കാണൽ ആണ് നമ്മുടെ മെയിൻ. ഇപ്പൊ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും. സിനിമ കാണൽ ഇപ്പം ദേഷ്യം ഉള്ളില് വിഷമം ഉണ്ടെങ്കിലും സിനിമ കാണും, സന്തോഷം ഉണ്ടെങ്കിലും സിനിമ കാണും, എന്താണെങ്കിലും സിനിമ തന്നെയാണ് കണ്ടോണ്ടിരിക്കുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് മറ്റേ അനാർക്കലിയുടെ സമയത്ത് ആളുകൾ മറ്റേ ബൈറ്റ് എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അപ്പോഴാണ് സുദേവനെ ആദ്യം മുഴുവനായും പുറത്ത് കാണുന്നത്.
അപ്പൊ ബൈറ്റ് എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ദൃശ്യം ഏകദേശം അന്ന് ദൃശ്യം 1 ഇറങ്ങിയ സമയത്ത് ഞാൻ ഏകദേശം 10ഓളം തവണ കണ്ടിട്ടുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് ലാലേട്ടൻ എങ്ങനെയാണ് അത് അത്രയും സട്ടിലായി ചെയ്തതെന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ 10ഓളം തവണ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ ഉള്ള സമയം കിട്ടുന്നുണ്ടോ? ഇപ്പൊ അങ്ങനെ ആക്ച്വലി ഇപ്പോ എനിക്ക് റിലാക്സ് ആവാൻ പറ്റുന്നില്ല നേരത്തെ പോലെ. ഓക്കെ ഓക്കെ, അന്ന് ദൃശ്യം കണ്ട പോലെ അത് അങ്ങനെ കണ്ട് റിലാക്സ് ആയി ഒരു സിനിമ ആസ്വദിച്ചെടുക്കാൻ ഉള്ള ആ ഒരു റിലാക്സേഷൻ ഇപ്പൊ ഇല്ല എന്റെ സൈക്കിള്. ഇപ്പൊ കുറെ റെസ്റ്റ്ലെസ്നെസ്സും കുറെ വർക്കിന്റെ അതും ഇതും ഒക്കെ നടന്നുകൊണ്ടിരിക്കണമുണ്ട്. അപ്പൊ ഒരു സിനിമ കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സഡൻലി വേറെ എന്തെങ്കിലും ഓർമ്മ വരും. മൈൻഡ് എപ്പോഴും ഡിസ്ട്രാക്ട് ആവും, വേറെ എന്തെങ്കിലും വർക്ക് ഓർമ്മ വരും. പിന്നെ ഞാൻ ജിമ്മിൽ പോവും ഒന്ന് കാമാവാൻ അങ്ങനെ. അപ്പൊ അത് മെന്റൽ സ്റ്റേറ്റ് കുറച്ച് മാറി. അത് അപ്പൊ അറിയില്ല. അപ്പൊ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും സിനിമക്കാർ പറയുന്നത് അവർക്ക് സിനിമ കാണാൻ പറ്റില്ല. നമ്മൾ ആക്ച്വലി ഒരു നല്ല ആക്ടറുടെ പെർഫോമൻസ് കാണുമ്പോൾ എനിക്ക് എന്റെ ഫ്ലോസ് ഒക്കെ ഓർമ്മ വരും. പക്ഷെ ഇങ്ങനെ ചെയ്യാം. റീസെന്റ് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ആക്ച്വലി അതുകൊണ്ടാണ് ഞാൻ എന്റെ ഓൺ ഫിലിംസ് പടങ്ങൾ ഞാൻ കാണുകയില്ല. എന്റെ ഓൺ പടങ്ങൾ ഞാൻ കാണുമ്പോൾ എനിക്ക് പിന്നെ അതിങ്ങനെ ഇങ്ങനെ ക്രിഞ്ച് പോലെ തോന്നും. പക്ഷെ അത് അങ്ങനെ ഞാൻ ഇത് കണ്ടാ പിന്നെ എന്റെ കോൺഫിഡൻസ് പോയി അടുത്ത പടത്തിൽ എനിക്ക് ചിലപ്പോൾ അഭിനയിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ ഓൺ പടങ്ങൾ ഞാൻ യൂഷ്വലി കാണാറില്ല. അങ്ങനെ അല്ല, ഈ അടുത്ത് കണ്ടിട്ട് അങ്ങനെ എക്സൈറ്റഡ് ആയിട്ടുള്ള പടം ഏതാ? ഒരാളുടെ പെർഫോമൻസ് കണ്ടിട്ട് അതർ ആക്ടർ 2 ദിവസം മുന്നേ ഇത് തലവൻ കണ്ടു. എനിക്ക് ആസിഫ് അലി പോലീസ് ഇൻസ്പെക്ടറായി വരുമ്പോ എനിക്ക് എന്തോ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ആക്ടറാണ്. നിങ്ങൾ രണ്ടുപേരുടെയും സിനിമ കണ്ടുകൊണ്ടുള്ള പഠനം എങ്ങനെ പോകും? ഇത് അറിയാതെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ മനഃപൂർവ്വം ഒക്കെ ഇന്ന് പഠിച്ചു കളയാന്ന് പറഞ്ഞിട്ടല്ല സിനിമ കാണുന്നത്. നമ്മൾ സിനിമയെ അപ്രോച്ച് ചെയ്യുമ്പോഴും നമ്മളെ ഇൻസ്പയർഡ് ആവുന്നുണ്ട് പലരും. ഈ പറഞ്ഞ പ്രശ്നമുണ്ട് കേട്ടോ. നല്ല പെർഫോമൻസ് കാണുമ്പോൾ നമ്മള് നിർത്തിപ്പോയാലോ എന്ന് തോന്നുന്ന അവസരങ്ങളുണ്ട്. എന്തിനാണ് നമ്മള്, കാരണം അത്രയ്ക്ക് സ്കിൽഡ് ആയിട്ടുള്ള ആക്ടേഴ്സും അത്രയ്ക്ക് സ്കിൽഡ് ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ നമ്മൾ ചെറുപ്പം തൊട്ട് കാണുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പടം കാണുമ്പോൾ ഒബ്വിയസ്ലി ഏത് ആക്ടറിനും വീണ്ടും കാണുമ്പോൾ ഇംപ്രൂവൈസ് ചെയ്യാം, അത് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്നുള്ള സാധനങ്ങൾ വരും. അപ്പൊ കോൺഫിഡൻസ് കുറയുന്ന പരിപാടിക്ക് നമ്മൾ നിൽക്കാറില്ല. ഈ കമ്പാരിസൺസ് വരുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ എല്ലാ സമയത്തും പഠിച്ചുകൊണ്ടിരിക്കുക, കുഞ്ഞുതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. വി കാൺ ഒരു ആക്ടിങ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും പുതിയ സാധനങ്ങളും പുതിയ രീതികളും പുതിയ അപ്രോച്ചസും ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാ സിനിമയും നമുക്ക് പാഠപുസ്തകം. സ്വയം ചെയ്യുന്ന ഇന്റർവ്യൂസ് കാണുമ്പോ ഞാൻ കാണാറുണ്ട്. ഞങ്ങൾക്ക് കാണാം. പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യണത് ഞാൻ തന്നെ. എനിക്കാണെങ്കിൽ എന്റെ ഇന്റർവ്യൂസ് കാണാനേ പറ്റില്ല. അയ്യോ, ഏറ്റവും ബോറായിട്ട്. ഞങ്ങളുടെ റിയാക്ഷൻ കുറവല്ലേ? ഞങ്ങളുടെ ചോദ്യം കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ ആവശ്യമുള്ള റിയാക്ഷൻ ഇത് പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യണത് ഞാൻ തന്നെയാണല്ലോ. ഇതൊക്കെ പറയും. അല്ല, ഇത് തന്നെയാണ് നമ്മള് ഇപ്പം മൂവി എന്ന് പറയുന്ന ഒരു സാധനമല്ല നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാന ആഹാരം, ഉറക്കം എന്നൊക്കെ പറയുന്ന പോലൊരു സംഭവമായി മാറി സിനിമ കാണുന്നത്. ഒരു പടം തന്നെ എത്ര പ്രാവശ്യം കണ്ടു എന്നുള്ളത് പോലും നമ്മൾ ഓർക്കൂല. ചിലപ്പോൾ നമുക്ക് കണ്ടിഷ്ടപ്പെട്ടാൽ വീണ്ടും വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ഇഷ്ടപ്പെടുന്നത് ഓരോ തവണയും നമ്മൾ കാണുന്ന ഓരോ തവണ കണ്ടാലും ഓരോ ആംഗിൾ ആയിരിക്കും ആ പടത്തിന്, ഓരോ വെർഷൻ ആയിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും വലുതെന്നല്ല ചെറുതെന്നല്ല ഏതൊരു ക്യാരക്ടർ ആയിക്കോട്ടെ അത് നന്നായിട്ട് പ്രസന്റ് ചെയ്താൽ നമ്മൾ വല്ലാതെ മോട്ടിവേറ്റഡ് ആവാറുണ്ട്. അതുപോലെ അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഇതൊക്കെ പറ്റിയാൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മളത് അറിയാതെ തന്നെ അതിലേക്ക് അങ്ങോട്ട് ഇൻവോൾവ് ആവുകയാണ്. നമ്മുടെ ഉള്ളിലേക്ക് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, അറിയാണ്ട് തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ മേ ബി ഓരോ പടം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പടത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ കരിയർ ഗ്രാഫ് അത് നല്ല രീതിയിൽ വളരുന്നുണ്ടെങ്കിൽ അതിങ്ങനെ അറിയാതെ പഠിക്കുന്നതിന്റെ ഒരു ഗുണമാണ്. നമ്മുടെ ഉള്ളിലേക്ക് അറിയാണ്ട് അത് എത്തപ്പെടുന്നതിന്റെ ഒരു വ്യത്യാസം നമ്മളിലുണ്ടാവും. ഒരു ആക്ടറും അവരുടെ കരിയറിൽ താഴോട്ട് പോകുന്ന, ഐ മീൻ അഭിനയത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ താഴോട്ട് പോകുന്നതായിട്ട് ആരെയും കാണാറില്ല. എല്ലാവരും ഓരോ സ്റ്റെപ്പും അത് ഈ വളർച്ചയൊക്കെ ഇവരുടെ ഈ ഒബ്സർവേഷൻ സ്കില്ല് കൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടല് പോലെ കിടക്കുകയാണ് പടങ്ങൾ കാണാൻ. 1-2 പടം കാണുമ്പോൾ ദൈവമേ ഇത്രയും നമ്മൾ ചിലപ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ആക്ടർ ആവുന്നതിന് മുമ്പ് നമ്മൾ ഇത്രയും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. വീണ്ടും അത് കാണുമ്പോഴായിരിക്കും നമ്മൾ ആ പടത്തിന്റെ
പല തലങ്ങളും മനസ്സിലാക്കുന്ന ഇങ്ങനെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു ഡയലോഗ് പറയുമ്പോൾ, ഒരു വേർഡ് പറയുമ്പോൾ ഇവരുടെ കണ്ണുകൾ ഇങ്ങനെ ഇത്രയും സട്ടിലായിട്ട് അവരെ എക്സ്പ്രഷൻ കൊടുത്തോ എന്നൊക്കെ മനസ്സിലാക്കുന്നത്. അത് ഒബ്സർവേഷൻ വളരാനും നമ്മളെ കൂടുതൽ ഇതിനെ സ്നേഹിക്കാനും ഈ പ്രൊഫഷനെ സ്നേഹിക്കാനുമാണ് കൂടുതൽ പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ ഭാഗ്യമുണ്ടായി. ഇപ്പൊ ഈ ദൃശ്യമൊക്കെ കണ്ട് ഇങ്ങനെ അനലൈസ് ചെയ്ത ഒരു സ്റ്റുഡന്റ് അവസാനം പോയി ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുകയും ചെയ്തു. അപ്പോൾ ആക്ച്വലി ഫസ്റ്റ് ടൈം എനിക്ക് ലാലേട്ടൻ്റെ കൂടെ ഇരിക്കാൻ കിട്ടിയത് കായംകുളം ചുണ്ണിയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത്. ഞങ്ങൾക്ക് കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് ലാലേട്ടന്റെ കൂടെ ഞാൻ അവിടെ ഇരിക്കണ്ടായിരുന്നു, ലൊക്കേഷനിൽ വെയിറ്റ് ചെയ്ത്. അവിടെ ആണെങ്കിൽ റേഞ്ചും ഇല്ല, ഒന്നുമില്ല, ഫോണും ഇല്ല, ഞാൻ ലാലേട്ടനും മാത്രം. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. ഈ സീൻ വന്നപ്പോ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്തു, മറ്റേ അവിടെ അതിന്റെ ആ ഡയലോഗ് എങ്ങനെയാണ്. അപ്പൊ ലാലേട്ടൻ പറഞ്ഞത് അത് എനിക്ക് രാവിലെ പറഞ്ഞ ഡയലോഗാണ് മോനെ, അത് രാവിലെ ഞാൻ വാനിറ്റി വാനിലിരുന്ന് വായിച്ച് പഠിച്ച് പോയി പറഞ്ഞതാണ്. അല്ലാണ്ട് ഞാൻ വിചാരിക്കുന്ന പോലെ മറ്റേ ക്വസ്റ്റ്യൻ വിചാരിച്ചിട്ടുണ്ടാവും. ലാലേട്ടൻ അതൊക്കെ സംസാരിക്കാൻ താല്പര്യം ഉണ്ടോ, ഇഷ്ടമാണ് ലാലേട്ടൻ. കുറെ ഇങ്ങോട്ടും ചോദിക്കും, പുതിയ പുതിയ കാര്യങ്ങളും ഒക്കെ ചോദിക്കും. ഇന്റർവ്യൂ അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പൊ ഉള്ള പൂച്ചസർ ട്രോളുകൾ കാണാറുണ്ടോ? പൂച്ചസ് ട്രോളുകൾ കാണാറുണ്ടോ? ഈ പൂച്ചകൾ ഏലിയൻ ആണെന്നും പൂച്ച നമ്മളെ ഒക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് CID-കളെ പോലെ എന്നുള്ളതും ആദ്യമായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് സുദേവാണ് ഒരു ഇന്റർവ്യൂവിന്, അല്ല ഒരു റീലിനകത്ത്, ഒരു 60 സെക്കൻഡ് റീലിനകത്ത്. എങ്ങനെയാണ് ആ ഐഡിയ മനസ്സിലായത്? അത് ആ സമയത്ത് അങ്ങനെ ക്രിയേറ്റീവ്ലി എന്തെങ്കിലും ചെയ്യാൻ എപ്പോഴും നമുക്ക് ഇങ്ങനെ അതുണ്ട്. അപ്പൊ അങ്ങനെ ഫുൾ സീരീസ് ഉണ്ടാക്കി, കാറ്റ്സ് ആർ ഏലിയൻസ്. അതില് ക്ലെവർ എഡിറ്റിംഗ് ഒക്കെ യൂസ് ചെയ്ത് കാറ്റ്സ് മാജിക് ഇവിടുന്ന് പോയി അവിടെ നിന്ന് അപ്പിയർ ചെയ്യുന്നതും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അതിന്റെ പണ്ട്. പക്ഷെ കാറ്റ്സ് അങ്ങനെയാണ്, കുറച്ച് വിയേർഡ് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് ആണ്. അപ്പൊ അത് വളരെ ബിലീവബിളും ആണ്. അവർക്ക് ആരെയും പേടിയില്ല, മുതലേനെയും സിംഹത്തിനെയും എല്ലാത്തിനെയും പിടിച്ചിട്ട് അടിക്കുന്ന വീഡിയോസ് ഇപ്പൊ ഭയങ്കര ഫേമസ് ആണ്. നമ്മളെ മാനിപ്പുലേറ്റും ചെയ്യും, നന്നായി അഭിനയിക്കുകയും ചെയ്യും. അതൊക്കെ ഇപ്പോഴാണ് ആളുകൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത്. അതിനായിട്ട് എന്ത് തോന്നിയിട്ടില്ല? അവർ ഏലിയൻസ് ആണ്, അതാണ്. എന്റെ വീട്ടിലുണ്ടോ ഒരു ഏലിയൻ? അവർ ഒബ്സർവ് ചെയ്തിട്ടിരിക്കാൻ തന്നെ വല്ലാത്തൊരു ഭയങ്കര നമ്പറാണ്, നമ്പറുകളുടെ ഉസ്താദുകളാണ് ഇവര്. ഇവരുടെ ചില എക്സ്പ്രഷൻസ് ഉണ്ട് മെയിനായിട്ടായിട്ടുള്ള, പിന്നെ ചില കരച്ചിലുണ്ട്. ഈ പലതിനും പല ടോണാണ്. ഇത് നിഷ്കളങ്ക ഭാവം വെച്ചിട്ട് എന്തെങ്കിലും കുരുത്തക്കേട് വല്ല പാത്രങ്ങളൊക്കെ തട്ടിപ്പൊട്ടിച്ചിട്ട് ഒരു മുഖമുണ്ട് ഇവരുടെ. സീരിയസ്ലി നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നെന്ന് പറയുന്നത് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന അതാണ്. ഈ പാത്രമൊക്കെ കടപടപടാന്നൊക്കെ പറഞ്ഞിട്ട് അടുക്കളയിലൊക്കെ വീട് തകർന്നുടയും. ഇത് കഴിഞ്ഞ് ഇവൻ അവിടെ കഴിഞ്ഞിട്ട് അപ്പുറം ഇവിടെ ഒന്നും അറിയാത്ത പോലെ ജനല് വഴി ചാടി അകത്ത് കയറി വന്നിട്ട് പറഞ്ഞുകൊണ്ട് പോകുന്നതാണ്. ഇവര് ശരിക്കും ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഏലിയൻസ് ആണെന്ന്. ഞാൻ അകത്ത് കേട്ടണോ വേണ്ടെന്ന് ആലോചിക്കണം. ഭയങ്കര വിയേഡാണ്. എന്തായാലും സീരീസ് ആടുകളിലേക്ക് എത്തട്ടെ. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ ഫിലിമോഗ്രാഫിയിൽ ആഡ് ചെയ്യാൻ ഒരുപാട് ഗ്ലോറിയസ് ആയ കമ്മട്ടം പോലുള്ള പ്രൊജക്ടുകൾ സംഭവിക്കട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. വെറും 7,990. കിടിലൻ ഓഫറുകൾ ഇടാൻ തുടങ്ങിയപ്പോ അത് കിടിലമണിയായിട്ട് 7,990 ഇട്ടിരിക്കുന്നത്. 365 ദിവസം നമുക്ക് ഓഫറുള്ള ഷോപ്പാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്, ഷൊർണൂർ, വെട്ടിക്കാട്ടിരി.